ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നമുക്ക് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതായത് പൈത്തൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു IDE വേണം. അതിന് നമ്മൾ പൈച്ചാമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്രോമോ എഡ്ജോ ഏതാണോ എടുക്കുക, അത് എടുത്തിട്ട് അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ മീർക്കാറ്റ് ഫീച്ച് ഡ്രോപ്പ് എന്നുള്ളത്. ഇതന്നെ നമുക്ക് ഇതിൽ പലതരം വേർഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് പ്രീവിയസ് റിലീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും അതൊക്കെ റിലീസായിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അതൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ, ഇപ്പം നമുക്ക് കറന്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഏതാണെന്നുള്ളത് അതെടുക്കാം. അതിനിവിടെ ഡൗൺലോഡ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്ന് കണ്ടോ, അവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. അതായത് എഗ്രി കൊടുത്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും. ഇത് ഏതാണ്ട് 1 GB അടുത്ത് ഫയൽ വരും. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഡൗൺലോഡ്സിൽ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഡൗൺലോഡ് ആയിട്ടുള്ളത്. അതായത് 2024 3.2.15 പറഞ്ഞ വേർഷനാണ് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാണിക്കും. ഞാൻ ഡൗൺലോഡ്സിലുള്ള, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നുള്ള ഫയൽ ഡൗൺലോഡ്സ് എന്നൊരു ഫോൾഡറിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു വാണിംഗ് കാണിക്കും, അതായത് ഡു യു വാണ്ട് ടു അലോ എന്നുള്ളത്. അതിനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് വരുന്നത് ഈ വിൻഡോ ആണ്. ഈ വിൻഡോയിൽ വെൽക്കം ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റപ്പ്, ആൻഡ്രോയിഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റിൽ അതിൻ്റെ കോമ്പണൻറ്റ് ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും നെക്സ്റ്റിൽ ഇവിടെ കാണിക്കുന്നത് പ്രോഗ്രാം ഫയൽസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതായത് നിങ്ങളെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആവുന്ന പ്രോഗ്രാമിൻ്റെ ലൊക്കേഷനാണ്, ഫയൽ ലൊക്കേഷൻ. ഞാൻ വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ എന്ന് കൊടുത്തു. ഇത് ഇൻസ്റ്റാൾ ആയി വരട്ടെ. ഓക്കെ, ഇപ്പം ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അടുത്തവിടെ കാണിക്കുന്നുണ്ട് സ്റ്റാർട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതായത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ കൂടി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അത് വേണമെന്നാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക, ഇല്ലാതെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിനിഷ് എന്ന് കൊടുക്കാം. ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വീണ്ടും അത് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് വരട്ടെ. ഓക്കെ, ഇപ്പം അതിൽ ഒരു വാണിംഗ് കാണിക്കുകയാണ്, അത് അലോ ചെയ്യണോ വേണ്ടതെന്നുള്ളത്. നമുക്ക് ഡോണ്ട് സെൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഈ വിൻഡോ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആദ്യം ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഈ വിൻഡോ എന്ന് കാണിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ ഫ്ലട്ടറിൻ്റെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ പ്ലഗിൻസ് പറഞ്ഞോ പ്ലഗിൻസ്, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെർച്ച് ചെയ്യുക ഫ്ലട്ടർ. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിത് ടിക്കായിട്ട് കാണിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണും.
അതേപോലെ തന്നെ നമുക്ക് ഫ്ലട്ടറും വേണം, ഇതിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ഡാർട്ടും കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഡാർട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ടിക്ക് കാണിക്കുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ള കാണും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലട്ടറിൻ്റെ STK ഫയലുണ്ട്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർസിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കിറ്റ്, ഒരു ടൂൾ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ഫ്ലട്ടറിൻ്റെ STK ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തത് ഫ്ലട്ടറിൻ്റെ STK, അതായത് ഒരു ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്ലട്ടറിൻ്റെ STK എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ വീണ്ടും ക്രോം എടുക്കുക. ക്രോമിനെടുത്തിട്ട് നമ്മൾ ഫ്ലട്ടർ STK അച്ചീവ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫയൽ കാണും. ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇതിൽ നമുക്ക് വിൻഡോസിന് വെച്ചാൽ വിൻഡോസ്, മാക്കിന് വെച്ചാൽ മാക്, ലിനക്സിന് വെച്ചാൽ ലിനക്സ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3.32.2 എന്നുള്ള ഫ്ലട്ടർ വേർഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡാർട്ട് വേർഷനാണ് 3.8.1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3.32 ലേറ്റസ്റ്റ് ആയിട്ടുള്ള തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്യുന്ന അവിടെ കാണാൻ പറ്റും. അത് 1.5 GB ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലട്ടറിൻ്റെ STK ഡൗൺലോഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ കോപ്പി ചെയ്തിട്ട് ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. കാരണം ഇത് പുതിയ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡൗൺലോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ, അഥവാ നമുക്ക് ഡൗൺലോഡ്സിലുള്ള ഫയലിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ STK മിസ്സാവും ചെയ്യും, നമ്മുടെ പ്രൊജക്റ്റിന് എറർ വരികയും ചെയ്യും. അപ്പം ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു? ഫ്ലട്ടർ STK എന്ന് കൊടുത്തു. അത് കൊടുത്ത് ഞാൻ ആ ഫ്ലട്ടറിൻ്റെ STK അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പേസ്റ്റ് ആവുന്നുണ്ട്. അത് പേസ്റ്റ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ഇനി അടുത്തത് നമുക്ക് ഇതിനെ അൺസിപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഒരു എക്സ്ട്രാക്ട് ചെയ്തൊരു സിപ്പ് ഫയലായിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട്. ഓക്കെ, ഇതൊന്ന് എക്സ്ട്രാക്ട് ആയിട്ട് വരട്ടെ. ഓക്കെ, എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ, അതായത് അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു പാത്ത് കാണാം. അത് വന്നിട്ട് അവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്കിനി പുതിയൊരു ആൻഡ്രോയിഡ് അതായത് ഫ്ലട്ടർ പ്രൊജക്റ്റ് ചെയ്യാം. അതും ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂവിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ പ്ലഗിൻസിൽ ഫ്ലട്ടർ എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്യാൻ. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇതിൽ ഓൾറെഡി എൻ്റെ STKൻ്റെ പാത്ത് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ C എന്നുള്ള STKൻ്റെ ഫ്ലട്ടറിൻ്റെ പാത്ത് കാണിക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ അൺസിപ്പ് ചെയ്ത, അതായത് പുതിയ STKൻ്റെ പാത്ത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്റ്റിൻ്റെ നെയിം ഓൾറെഡി ഡിഫോൾട്ട് അൺടൈറ്റിൽഡ് എന്നാണ് കാണുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ ചെയ്തു ഫസ്റ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തു. ഫസ്റ്റ് പ്രൊജക്റ്റ്. എന്നിട്ട് ഞാൻ ലാംഗ്വേജ്, ആൻഡ്രോയിഡ് ലാംഗ്വേജ് ജാവ എന്ന് സെലക്ട് ചെയ്തു. ഇത് നമുക്ക് ഒരേ കോഡ് തന്നെ പല പ്ലാറ്റ്ഫോമിലും പെർഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പ്ലാറ്റ്ഫോം പറഞ്ഞ് കാണിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? അതിൽ ക്രിയേറ്റ് എന്ന് കൊടുത്തു. ഇത് ക്രിയേറ്റ് ആവട്ടെ. ഈ ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതിലിപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലട്ടറിൽ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.